നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നേ. ആ ഇടിയറ്റ് കണ്ണുണ്ടോ എനിക്ക് ഇത് ഇവിടുന്ന് എടുത്താ. നെസ്റ്റോ ഈസി മാൾ ഓഫ് ഗരുഡ പട്ടാമ്പി. ഉദ്ഘാടനം ഫെബ്രുവരി 29 രാവിലെ 11 മണിക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ മത്സരിക്കും. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുകയാണ് എ വിജയരാഘവനിലൂടെ മുന്നണി ലക്ഷ്യമിടുന്നത്. ചുമരെഴുത്തുമായി പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പാർലമെന്റ് മണ്ഡലം തിരിച്ചുപിടിക്കുവാൻ ഇത്തവണ CPM രംഗത്തിറക്കിയിരിക്കുന്നത് CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനെയാണ്. കഴിഞ്ഞ ദിവസമാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഒരിക്കലും പാർട്ടിക്ക് അടിതെറ്റില്ലെന്ന് കരുതിയിരുന്ന പാലക്കാട് മണ്ഡലം കഴിഞ്ഞ തവണയാണ് LDFിൽ നിന്നും UDF പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ പാലക്കാട് മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ദൗത്യവുമായാണ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനെ ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത്. ഇത് 3ാം തവണയാണ് എ വിജയരാഘവൻ പാലക്കാട് മത്സരത്തിനിറങ്ങുന്നത്. ഒരു തവണ വിജയവും ഒരു തവണ തോൽവിയും എ വിജയരാഘവൻ നേരിട്ടിട്ടുണ്ട്. 1989 SFI അഖിലേന്ത്യാ പ്രസിഡന്റായിരിക്കെയാണ് എ വിജയരാഘവൻ പാലക്കാട് ആദ്യമായി പോരിനിറങ്ങുന്നത്. 2 തവണ വിജയിച്ച അന്നത്തെ DCC പ്രസിഡന്റായിരുന്ന VS വിജയരാഘവനായിരുന്നു എതിരാളി. ലോക്സഭാ മണ്ഡലം പുനഃസംഘടനയ്ക്ക് മുമ്പ് നടന്ന മത്സരത്തിൽ കേരളത്തിലെ 18ൽ 16 മണ്ഡലങ്ങളും UDF തൂത്തുവാരിയപ്പോൾ പാലക്കാടായിരുന്നു LDF ലഭിച്ച ആശ്വാസ വിജയത്തിൽ ഒന്ന്. 1971 വിജയിച്ച AKGക്ക് ശേഷം പാലക്കാട് ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിച്ചാൽ എന്ന ഖ്യാതിയും അന്ന് എ വിജയരാഘവൻ നേടിയിരുന്നു. 3ാം തവണ പാലക്കാട് മത്സരത്തിലെത്തുമ്പോൾ വിജയരാഘവൻ പാർട്ടിയുടെ ഉന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ്. കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കുക എന്നത് CPMന്റെ അഭിമാന പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് എ വിജയരാഘവനെ ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത്. പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിറകെ തന്നെ ചുമരെഴുത്തുകളും സജീവമായി കഴിഞ്ഞു.